أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ أجمعوا أمرهم وهم يمكرون. صدق الله العلي العظيم. بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നമ്മൾ ഇന്ന് സൂറത്ത് യൂസുഫിന്റെ 102-ാമത്തെ ആയത്താണ് പഠിക്കുന്നത്. പക്ഷേ 102-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയെങ്കിലും മൊത്തത്തിൽ ഈ 102 മുതൽ 111 വരെയുള്ള ആയത്തുകൾ ഈ സ്റ്റോറിയുടെ ഒരു കൺക്ലൂഷനായിട്ട് അള്ളാഹു പറഞ്ഞതാണ്. അത് അള്ളാഹുവിന്റെ ഒരു സ്റ്റൈലാണ്. അതായത് നമ്മൾ ഈ സൂറത്ത് പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ്സ് വേ ഓഫ് ടെല്ലിങ് ദ സ്റ്റോറീസ്, അല്ലെ, കഥ പറയുന്നതിന്റെ അള്ളാഹുവിന്റെ ഒരു ശൈലി. സാധാരണഗതിയിൽ ഒരു പുസ്തകമാണെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു അധ്യായമാണെങ്കിൽ, ഒരു പുസ്തകത്തിലെ ഒരു അധ്യായമൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞാൽ ആ സ്റ്റോറി തീരുന്നതോടുകൂടി അതിന്റെ എന്തെങ്കിലും ഒരു ഗുണപാഠവും പറഞ്ഞിട്ട് ഒറ്റ സെന്റൻസിൽ ആ സ്റ്റോറിയും ആ അധ്യായവും ഒക്കെ അവിടെ അവസാനിക്കും. പക്ഷെ ഇവിടെ ഈ 101-ാമത്തെ ആയത്തിൽ ഇത് അവസാനിപ്പിച്ചെങ്കിലും 111-ാമത്തെ ആയത്ത് വരെ അള്ളാഹു അതിന്റെ കുറച്ചധികം ലെസൺസ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലെസൺസ് എന്ന നിലക്ക് മാത്രമല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനോട് നേരെ തിരിഞ്ഞിട്ടാണ് ഈ 102 മുതൽ 111 വരെയുള്ള ആയത്തുകൾ അള്ളാഹു പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറി പറയുമ്പോൾ അള്ളാഹു തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ലഖദ് കാന ഫി യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൻ ലിസ്സായിലീൻ. അല്ലെ, എന്താ അതിന്റെ അർത്ഥം? ലഖദ് കാന ഫി യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൻ ലിസ്സായിലീൻ. എന്താ അതിന്റെ അർത്ഥം? ആയാത്തുൻ ലിസ്സായിലീൻ എന്നർത്ഥം ചോദിക്കുന്നവർക്കൊക്കെ ചോദിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അല്ലെ. യൂസുഫിലും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളിലും ചോദിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞാൽ യൂസുഫിനെ കുറിച്ച്, യൂസുഫ് അലൈഹി സ്വലാമയുടെ ചരിത്രത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ച കുറെ ആളുകളുണ്ട്. അവർക്ക് പാഠമുണ്ട് എന്ന് പറഞ്ഞ അള്ളാഹു ഇപ്പോ ഈ സ്റ്റോറി എൻഡ് ചെയ്തുകൊണ്ട് പ്രവാചകന് നേരെ തിരിഞ്ഞിട്ട് പറയാണ്, ശരിയാണ്, ഇത് ചോദിച്ചു വരുന്നവർക്കുണ്ട് പാഠം, പക്ഷെ ആദ്യത്തെ പാഠം താങ്കൾക്കാണ്. ദ ഫസ്റ്റ് ലെസൺ ഈസ് ഫോർ യു. ആദ്യത്തെ പാഠം താങ്കൾക്കാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിന് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ 102-ാമത്തെ ആയത്തിന്റെ അർത്ഥമാണ് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കഷനിലേക്ക് പോകുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഈ സൂറത്തിന്റെ തുടക്കവും ഇതിന്റെ അവസാനവും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് അതിന്റെ ഒരു കോറിലേഷൻ നടത്താനുള്ള ഒരു ചെറിയ അറ്റംപ്റ്റും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പം ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രവാചകനോട് നേരെ തിരിഞ്ഞു പറയുമ്പോൾ അതിൽ എന്തുണ്ട്? നമുക്കും പാഠമുണ്ട്, അല്ലെ. കാരണം ഇപ്പൊ ഖുർആനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നമ്മുടെ അടുത്തുണ്ട്, അല്ലെ. എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത്? എത്ര വർഷം കൊണ്ടാ? 23 ഇയേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച 63-ാമത്തെ വയസ്സിൽ പ്രവാചകൻ മരിക്കുന്നത് വരെയുള്ള ആ ഒരു ഘട്ടത്തിലാണ്. ഈ 23 വർഷത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ഖുർആൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നുവെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഫോക്കസ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉള്ള 600 ചില്ലാൻ പേജിന് പകരം 60,000-ഓ 6 ലക്ഷമോ ഒക്കെ പേജുകൾ ഖുർആന് വേണ്ടി വരുമായിരുന്നു. 6236 ആയത്തിന് പകരം 62,000 ആയത്ത് അല്ലെങ്കിൽ 6,20,000 ആയത്തൊക്കെ വേണ്ടി വരുമായിരുന്നു. പക്ഷെ ഈ 6236 ആയത്തിലായിട്ട് 600 ചില്ലാൻ പേജുകളിലായിട്ട് അള്ളാഹു ഖുർആനെ ഒതുക്കി ഈ ഒരു ഗ്രന്ഥം നമ്മുടെ മുൻപിൽ തന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പറയുന്ന ഓരോ സംഗതികളും ആവർത്തിക്കപ്പെടാനുള്ളതാണ്. ഈ ഖുർആനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ വസ്തുതകളും, എല്ലാ ഫാക്റ്റുകളും, ഹിസ്റ്ററിയും, സയന്റിഫിക് ആയിട്ടുള്ള ഫാക്റ്റുകൾ, അതല്ലാത്ത കഥാകഥനങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഖുർആൻ വായിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ പല രൂപത്തിൽ ആവർത്തിക്കും. അങ്ങനെ ആവർത്തിക്കുമ്പോൾ ഖുർആന്റെ ലെസൺ, ഖുർആന്റെ മെസ്സേജ് അത് നമുക്കൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു സമ്മാനമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അള്ളാഹു ഇത് പറയുമ്പോൾ അതുകൊണ്ട് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്കും ഇതൊരു സമ്മാനമാണ്, നിങ്ങൾക്കും ഇതൊരു സന്ദേശമാണ് എന്നാണ്. അത് നമുക്കും ഇതിനൊക്കെ ആയിട്ട് ഈ ഒരു കണക്ഷൻ നമുക്ക് ഖുർആനായിട്ടും ഖുർആന്റെ ഈ മെസ്സേജുമായിട്ട് ഉണ്ടാകണം എന്നതാണ്. ഇപ്പൊ നോക്കൂ, ഈ സൂറത്ത് യൂസുഫ് അവതരിച്ചത് മക്കി സൂറത്തായിട്ടാണ്. അതായത് ഒരു ലേറ്റ് മക്കി സൂറയാണ് എന്ന് പറഞ്ഞാല് ചില റിപ്പോർട്ടിൽ കാണാം ആമുൽ ഹുസ്ന് അല്ലെ. ആമുൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ ദുഃഖവർഷം. ദുഃഖവർഷം എന്ന് പറഞ്ഞാൽ ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബും ഒക്കെ മരണപ്പെട്ട വർഷം. അതൊരു പിന്നെ ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദുഃഖത്തെ കുറിച്ചിട്ടുള്ള ദുഃഖമാണ് ഈ സൂറത്തിന്റെ തീം. ഈവൻ യൂസുഫ് നബിയുടെ പേര് പോലും യൂസുഫ് അസഫ് ആയിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ അങ്ങനെ ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എക്സ്പ്ലിസിറ്റ്ലി ഖുർആൻ തഫ്സീറുകളിൽ എവിടെയും ഇത് ആമുൽ ഹുസ്നിൽ അവതരിച്ചതാണെന്ന് എവിടെയും പറയുന്നില്ല. പക്ഷെ ഈ ഹുസ്ന് എന്നുള്ളത് ഈ സൂറത്തിന്റെ ഒരു തീമാണ് അല്ലെ. ഇപ്പൊ ഇവൻ നോക്കൂ, ഈ പ്രവാചകൻ ഈ പ്രാർത്ഥന, ഇപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, തവഫനി മുസ്ലിമൻ വാൽഹിഖ്നി ബിസ്വാലിഹീൻ എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് അള്ളാഹുന്റെ റസൂലിനോട് അള്ളാഹു പറയുമ്പോൾ അള്ളാഹുന്റെ റസൂലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനത്തെ പ്രാർത്ഥനകൾ നമുക്ക് പ്രവാചകൻ ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തവഫന മുസ്ലിമീൻ വാൽഹിഖ്ന ബിസ്വാലിഹീൻ. ഈ പ്രാർത്ഥനയുടെ ഒരു അന്തിമ ഫലമായിട്ട് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിന്റെ ഒരു സാലിഹ്യങ്ങളോട് ചേരാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എവിടെ വെച്ച്? ഈ ദുനിയാവിൽ തന്നെ. അതായത് മക്കി സൂറ എവിടെ വെച്ചാണ് അങ്ങനെ സാലിഹ്യങ്ങളോട് ചേർന്നത്? മദീനയിൽ അല്ലെ. മദീനയിലേക്ക് ഈ സൂറത്തിന്റെ ഒരു എന്ന് പറഞ്ഞാൽ മക്കി കാലഘട്ടത്തിന്റെ അവസാനത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചതെങ്കിൽ തൊട്ടുടനെയാണ് പിന്നെ എന്തുണ്ടാകുന്നത്? ഹിജ്റ ഉണ്ടാവുന്നത് അല്ലെ. ഹിജ്റയ്ക്ക് ശേഷം പ്രവാചകൻ എങ്ങോട്ടാ പോയത്? മദീനയിലേക്കാണ് പോയത്. ആ മദീനയിൽ ചെന്നിട്ട് ആരോടാണ്? അൻസാരികളോട് ചേർന്നു. അൽഹിഖ്നി ബിസ്വാലിഹീൻ. ആ ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ജീവിതത്തിൽ തന്നെ ഈ ഭൂമിയിൽ തന്നെ അതിന്റെ ഒരു ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരു നല്ല മദീനയിലെ അൻസാരികൾ എന്ന് വിളിക്കുന്ന ഏറ്റവും നല്ല ഒരു കമ്പനി ഓഫ് ഗുഡ് പീപ്പിൾ അല്ലെ, നല്ല ആളുകളുടെ ഒരു കമ്പനിയിലേക്ക് ഈ പിന്നെ ഭൗതികമായ അർത്ഥത്തിൽ തന്നെ സാലിഹ്യങ്ങളുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചേർത്തിട്ടുണ്ട് എന്നർത്ഥം. അത് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മുമ്പിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ മെസ്സേജുകളെ, അതായത് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്ന ഈ ആയത്തുകളെ മനസ്സിലാക്കാൻ. ഇനി നമ്മൾ ഇതിന്റെ വാക്കർത്ഥം ഒന്ന് മനസ്സിലാക്കാം. എന്നതിന് ശേഷം നമ്മൾ ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. നോക്കൂ, ദാലിക്ക എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ മൊത്തം കഥ പറഞ്ഞിട്ട് ഈ കഥയെക്കുറിച്ച് അല്ലെങ്കിൽ കഥനത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് ദാലിക്ക, ഈ കഥാകഥനം മിൻ അംബാഇൽ ഗൈബ്, അദൃശ്യമായ വർത്തമാനങ്ങളിൽ പെട്ടതാണ്. ദാലിക മിൻ അംബാഇൽ ഗൈബ് അല്ലെ, അൺസീൻ വേൾഡിൽ നിന്നുള്ള, അദൃശ്യ ലോകത്ത് നിന്നുള്ള ഒരു കഥനമാണ് ഇത്. നൂഹീഹി ഇലൈക്, നാം ഇത് താങ്കൾക്ക് ദിവ്യബോധനമായിട്ട് നൽകുന്നു. താങ്കൾക്ക് നാം പറഞ്ഞു തരുന്ന അദൃശ്യ ലോകത്ത് നിന്നുള്ള ഒരു കഥനമാണിത്. വമാ കുന്ത ലദൈഹിം, താങ്കൾ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ല, അവരുടെ സമീപത്ത് ഉണ്ടായിരുന്നില്ല. ഇത് അജ്മഉ അംറഹും, അവർ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിച്ച്, അവരുടെ പദ്ധതികളൊക്കെ ഇങ്ങനെ ശേഖരിച്ചു വന്നപ്പോ, വഹും യംകുറൂൻ, എന്തിനു വേണ്ടി? അവർക്ക് കുതന്ത്രങ്ങൾ മെനയാൻ വേണ്ടി, തന്ത്രങ്ങൾ മെനയാൻ വേണ്ടി അവർ അവരുടെ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു വരുന്ന ആ ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അവർ ഈ തന്ത്രങ്ങളൊക്കെ മെനയുമ്പോൾ അവിടെ ഒന്നും താങ്കൾ ഉണ്ടായിരുന്നില്ല. ഇതാണ് ആയത്തിന്റെ വാക്കർത്ഥം. ദാലിക മിൻ അംബാഇൽ ഗൈബ്, അത് ഈ കഥ, ഈ സൂറത്ത് യൂസുഫ് അല്ലെങ്കിൽ യൂസുഫ് നബിയുടെ ഈ കഥ, ഇത് മൊത്തം അദൃശ്യമായ വർത്തമാനങ്ങളിൽ പെട്ടതാണ്. നൂഹൈഹി ഇലൈക്, നാം ഇത് താങ്കൾക്ക് ദിവ്യബോധനത്തിലൂടെ അറിയിച്ചു തരുന്നു. വമാ കുന്ത ലദൈഹിം, താങ്കൾ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഇത് അജ്മഉ അംറഹും, അവർ അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച്, അജ്മഉ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക. വഹും യംകുറൂൻ, അവരിങ്ങനെ സ്കീം അല്ലെ, ഒരു കുതന്ത്രം മെനയാൻ വേണ്ടിയിട്ട്, തന്ത്രങ്ങൾ മെനയാൻ വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് കൂടിയപ്പോൾ താങ്കൾ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ദൈവേർ സ്കീമിങ് അല്ലെ, വമാ കുന്ത ലദൈഹിം, താങ്കൾ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ല.
വഹും യംകുറൂൻ, അവർ കുതന്ത്രങ്ങൾ മെനഞ്ഞപ്പോ. അതിനെക്കുറിച്ച് അതാരാണ് ഈ അവർ? അവര് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക ആരെ കുറിച്ചാണ്? അവർ തന്ത്രങ്ങൾ സഹോദരന്മാർ. സഹോദരന്മാര്. കറക്റ്റ്, വളരെ ശരിയാണ്. സഹോദരന്മാരെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരിക. പക്ഷേ ഇത് വേണമെങ്കിൽ എല്ലാവർക്കും അപ്ലൈ ആണ്. കാരണം വെച്ചാൽ ഈ യൂസുഫ് നബിയുടെ കഥയില്, ചരിത്രത്തില് മൊത്തം ഒരു തീം, പലതരം തീമുകളുണ്ട്. അതിലൊരു തീമാണ് എല്ലാവരും സ്കീമായിരുന്നു, അല്ലെ? എല്ലാവരും സ്കീമിംഗ് ആയിരുന്നു, സ്കീമിംഗ് അഗൈൻസ്റ്റ് യൂസുഫ്. ഒന്ന്, കിണറ്റിലിടാൻ വേണ്ടി യൂസുഫിന്റെ സഹോദരന്മാര് ഒരു സ്കീം ഉണ്ടാക്കി. കിണറ്റിൽ നിന്ന് പുറത്തെടുത്തപ്പോ ആ കച്ചവട സംഘം അവര് സ്കീം ഉണ്ടാക്കി. എന്തിന്? ഈ കുട്ടീനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം ഇവനെ ഒരു അടിമയാക്കി വിൽക്കാൻ വേണ്ടി അവർ ഒരു സ്കീം ഉണ്ടാക്കി. അങ്ങനെ ഈ അസീസ് പ്രഭു കൊട്ടാരത്തിലേക്ക് കൂട്ടിയപ്പോ ആ പ്രഭുവിന് വേണമെങ്കിൽ ഈ കുട്ടിയെ കുറിച്ച് അന്വേഷിക്കാമായിരുന്നു. കാരണം ഒരു സാധാരണ കുട്ടിയല്ല ഇതെന്ന് അയാൾക്ക് മനസ്സിലായി, അല്ലെ? എന്താ അയാൾ പറയുന്നുണ്ട് ഭാര്യയോട്, അല്ലെ, ഇവനെ നന്നായിട്ട് സംരക്ഷിക്കണം, കാരണം ഇവൻ അത്ര സ്പെഷ്യൽ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ ആ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ അന്വേഷിക്കായിരുന്നു. അത് മെനക്കെടാതെ അവനെ സ്വന്തം ഒരു സെർവന്റ് ആക്കാൻ വേണ്ടി അയാൾ ഒരു സ്കീം ഉണ്ടാക്കി. ഈ ആ പ്രഭുവിന്റെ വീട്ടിൽ വന്നപ്പോ ആ ഭാര്യയും അവരുടെ പരിചാരികമാരും അല്ലെങ്കിൽ അവരുടെ അടുത്ത സിമിലർ പൊസിഷനിലുള്ള മറ്റ് സ്ത്രീകളൊക്കെ കൂടി ഒരു തന്ത്രം അപ്പോഴും യൂസുഫ് നബിക്കെതിരെ ഒരു സ്കീം മക്കർ ചെയ്തു. പിന്നെ ജയിലിൽ പോകാൻ നേരത്ത് അപ്പോഴും അവര് ആ മൊത്തം ജയിലിൽ അടക്കാൻ വേണ്ടി ഈ പ്രഭുവും അയാളുടെ കൂട്ടുകാരും ചേർന്നിട്ട്, പൊളിറ്റീഷ്യൻസ്മാർ ഒക്കെ ചേർന്നിട്ട് വേറൊരു തീം ഉണ്ടാക്കി. ഈ തീം, ഈ മക്കർ എന്ന് പറയുന്നത് ഈ കഥയിൽ ഉടനീളം നടന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഇവരൊക്കെ മക്കറിന് വേണ്ടി അവരുടെ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയപ്പോ താങ്കൾ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുന്നത്. അപ്പൊ എന്തിനായിരിക്കും അങ്ങനെ ഒരു പിന്നെ ആ ഒരു വർത്തമാനം അള്ളാഹു എന്തിനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അവിടെയാണ് നമുക്ക് അതിന്റെ കണക്ഷൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാവുക. അതായത് ഈ സൂറത്ത് അവതരിക്കുന്ന സമയത്ത് പ്രവാചകനെതിരെ ഇങ്ങനത്തെ ഒരു മക്കർ അരങ്ങേറുന്നുണ്ടായിരുന്നു, അല്ലെ? നമുക്കറിയാമത്. എന്തായിരുന്നു പ്രവാചകനെതിരെ അരങ്ങേറിയ മക്കർ? അദ്ദേഹത്തെ കൊല്ലണം, അല്ലെ? പ്രത്യേകിച്ച് മക്കയിലെ ഒരു പരിതസ്ഥിതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബനു ഹാഷിം കുടുംബമാണ്. ബനു ഹാഷിം കുടുംബം എന്ന് പറയുന്നത് ഖുറൈശികളിലെ തന്നെ, ഖുറൈശികൾ ഒരു വലിയ ഗോത്രം, അല്ലെ? ഖുറൈശ് എന്ന് പറയുന്നത് പ്രവാചകന്റെ ഗോത്രം, ട്രൈബ്. ആ ട്രൈബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് എന്ത്? ബനു ഹാഷിം. ബനു ഹാഷിം കുടുംബത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. പ്രവാചകനായിട്ടും ആ ബനു ഹാഷിമിനെ പിന്നെ ബനു ഹാഷിമിലെ അംഗങ്ങൾ പ്രവാചകനെ തള്ളി പറഞ്ഞിട്ടില്ല, കുടുംബം എന്നുള്ള നിലക്ക്. അതുകൊണ്ട് തന്നെ ഒരാളെ, ബനു ഹാഷിമിലെ ഒരാളെ വധിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് നടപ്പുള്ള ഒരു സംഗതി ആയിരുന്നില്ല. അവരതിന് കണ്ടെത്തിയ ഒരു വഴി എന്താ? ഹിജറയുടെ തൊട്ടു മുമ്പ്, അല്ലെ, നമുക്ക് ഓർമ്മയുണ്ട്. എന്തായിരുന്നു അവർ കണ്ടെത്തിയ വഴി? മക്കയിലെ പ്രധാനപ്പെട്ട ഗോത്രങ്ങളിലെ ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും കൂടെ ഒറ്റ വെട്ടിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലണം, അല്ലെ? കാരണം എന്താ? അപ്പൊ ബനു ഹാഷിമിന് പകരം ചോദിക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്കീമൊക്കെ അരങ്ങേറുന്ന ഒരു ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുന്നത്, ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ട് പറയുന്നത്, ഒമാ കുന്ത ലദൈഹിം, താങ്കൾ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. അവര് ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അത് പറയേണ്ട ഒരു സംഗതിയല്ല. റസൂൽ ഉണ്ടായിട്ടില്ല, എല്ലാവർക്കും അറിയാതെ. പിന്നെ അള്ളാഹു എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, താങ്കൾക്കറിയാത്ത ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോ ബ്രദേഴ്സ് പറഞ്ഞ കാര്യമാകട്ടെ, പ്രഭു പറഞ്ഞ കാര്യമാവട്ടെ, പ്രഭുവിന്റെ പത്നിയും അവരുടെ കൂട്ടാളികളും ചെയ്ത സംഗതി ആവട്ടെ, ജയിലിലടക്കാൻ വേണ്ടി പ്രഭുവും മറ്റു പൊളിറ്റീഷ്യൻസും ചേർന്നിട്ട് തീരുമാനിച്ച സംഗതി ആകട്ടെ, അവിടെയൊക്കെ ആരും ഉണ്ടായിട്ടില്ല. അവര് ആ ആളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈവൻ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ തിരോധാനത്തെ കുറിച്ച് അള്ളാഹു യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് പോലും വഹി കൊടുത്തിട്ടില്ല. നോക്കൂ നിങ്ങള്, അല്ലെ? അങ്ങനെ വഹി കൊടുത്തിരുന്നെങ്കിൽ 40 വർഷം യാക്കൂബ് നബി അലൈഹി സ്വലാം പ്രയാസപ്പെടേണ്ടി വരുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ എവിടെയാണ് യൂസുഫ് ഉള്ളത്, എന്താണ് യൂസുഫിനെ അവർ ചെയ്തത് എന്നത് യാക്കൂബ് നബിക്ക് പോലും അറിയുമായിരുന്നില്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിക്കെതിരെ നടന്ന ഒരു പ്ലാനിലും, ഒരു കുതന്ത്രത്തിലും, ഒരു സ്കീമിലും മറ്റാരും അറിയില്ല. അവരൊക്കെ രഹസ്യമായിട്ടാണ് ചെയ്തത്. പക്ഷെ അള്ളാഹു പറയാണ്, nobody was there as a witness to all these schemes, but I recorded it. അതാണ് ദാലിക മിൻ അംബാഇൽ ഗൈബ്. ഇതൊക്കെ അൺസീൻ
ഇപ്പൊ ഈവൻ ബൈബിളിൽ ഈ കഥ പറയുന്നുണ്ട് അല്ലെ? നമ്മൾ കുറച്ചൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ബൈബിളിൽ പോലും ഇത്തരം സംഭാഷണങ്ങളോ ഇത്തരം ഈ കഥയുടെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രഷനോ അല്ല ഉള്ളത്. അതൊരു ഒരു ഒരു പൈങ്കിളി കഥ പോലെയാണ് പലപ്പോഴും ബൈബിളിലെ പല കഥകളും നമുക്ക് കാണാൻ സാധിക്കുക. പലപ്പോഴും എന്താ അതിന്റെ ഒരു അതിനുശേഷം വന്ന ആളുകൾ എഴുതിയ കഥകളാണ് അതൊക്കെ. അതൊന്നും നമുക്ക് അതിന്റെ ഒരു ഫാക്റ്റും ഒരു പ്രവാചകന്മാർ പോലും ചെയ്ത കഥയായിട്ട് നമുക്ക് തോന്നൂല. അല്ലെങ്കിൽ ഒരു പ്രവാചകന്മാരുടെ ജീവിതമായിട്ട് പോലും അവരുടെ കഥകൾ തോന്നൂല. പക്ഷെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ സംഗതികളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അതൊക്കെ പ്രവാചകന് പറഞ്ഞു കൊടുത്തിട്ട് പറയാണ് ഈ സംഭാഷണങ്ങൾ അടക്കം ഇവരുടെ പ്ലാനുകൾ അടക്കം ഇവരുടെ കുതന്ത്രങ്ങൾ അടക്കം ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരുന്നത് ഗൈബിൽ ഒരു അൺസീൻ വേൾഡിൽ നിന്നുള്ള കഥകളാണ്. എന്നിട്ട് താങ്കൾക്ക് അതിലുള്ള മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, താങ്കൾക്ക് അതിൽ നിന്ന് കിട്ടേണ്ട പാഠം, ഏറ്റവും സുപ്രധാനമായ പാഠം എന്താണെന്ന് ചോദിച്ചാൽ, താങ്കൾക്കെതിരെ ഇപ്പോ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അല്ലെ? താങ്കൾക്കെതിരെ ഒരു ഗൂഢാലോചന ഖുറൈശികൾ അല്ലെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ നടത്തുന്നുണ്ട്. ആ ഗൂഢാലോചന ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ഗൂഢാലോചന നടത്തുന്നത്, എന്താണ് ഗൂഢാലോചന നടത്തുന്നത്, ഇതൊന്നും താങ്കൾ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഒക്കെ കാണുന്നുണ്ട്. ഇത് അള്ളാഹു പ്രവാചകന് സമാധാനമായിട്ട് കൊടുക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ചരിത്രത്തിൽ ഇതുപോലെ ഗൂഢാലോചന നടന്ന ഒരുപാട് ഘട്ടങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് ചെയ്ത വർത്തമാനമാണ് ഞാനിപ്പോ താങ്കൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലാവുണ്ടോ? യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് നേരെ നടന്ന ഈ ഗൂഢാലോചനകൾ പറഞ്ഞു തന്നിട്ട് ഞാൻ പറയണം, അള്ളാഹു പറയാണ് പ്രവാചകനോട്, താങ്കൾക്കെതിരെ ഇപ്പൊ നടക്കുന്ന ഈ ഗൂഢാലോചനകളിൽ താങ്കൾക്കൊന്നും അറിയില്ലല്ലോ അല്ലെ? ഒമാ കുന്ത ലദൈഹിം ഇത് അജ്മഉ അംറഹും. ഈ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ വിഷയത്തിൽ താങ്കൾ ഹാജരില്ലാതിരുന്നത് പോലെ ഇപ്പോ അറ്റ് ദ മൊമെന്റ് ആസ് ഐ സ്പീക്ക്, ഞാൻ ഇപ്പൊ ഈ സംസാരിക്കുമ്പോ താങ്കൾക്കെതിരെ മക്കയിലെ മുശ്രിക്കുകൾ നടത്തുന്ന ഗൂഢാലോചനകളിൽ താങ്കൾ ഒരു കക്ഷിയാകാതിരിക്കുമ്പോ മനസ്സിലാക്കിക്കോ, അങ്ങനത്തെ ഗൂഢാലോചനകൾ പലതും നടക്കും. പക്ഷേ യു ഡോണ്ട് നീഡ് ടു വറി. നമുക്കുള്ള പാഠം എന്താ? നമുക്കും ഒരു പാഠമുണ്ട്. മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക്, സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് എത്രയോ ഗൂഢാലോചനകളിലൂടെ കടന്നുപോയ ഒരു സമുദായമാണിത് അല്ലെ? നമുക്കെതിരെ ഇപ്പോഴും ഗൂഢാലോചന നടക്കല്ലേ? പല രൂപത്തില്, പല കോലത്തില്, പല മനുഷ്യന്മാരുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ, TV ചാനലുകളിൽ വന്നിരുന്നിട്ട് അവര് വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് തോന്നണല്ലേ, നമുക്കെതിരെ എവിടെയൊക്കെയോ കുറെ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്ന്. ആ ഗൂഢാലോചനകളെ നമ്മള് പേടിക്കേണ്ട ആവശ്യമില്ല. അതിനെതിരെ ജാഗ്രത കാണിക്കണം നമ്മള്. ഏതൊക്കെ നമുക്കെതിരെ എവിടെ നിന്നൊക്കെ ആക്രമണം വരാൻ സാധ്യതയുണ്ടെന്നുള്ള അതിനെ എതിർക്കാനുള്ള പദ്ധതികളൊക്കെ നമുക്ക് ഉണ്ടാക്കണം. പക്ഷേ അന്തിമമായിട്ട് അതിനെക്കുറിച്ച് വല്ലാതെ ദുഃഖിക്കേണ്ടതില്ല. കാരണം ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരാള് മുകളിലുണ്ട്. ഇപ്പൊ അത് പറയുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കാലിഫോർണിയ ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ? ലോസ് ഏഞ്ചൽസ് ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ? വമക്കറു വമക്കറല്ലാ വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. വമക്കറു അവര് കുതന്ത്രങ്ങൾ മെനയുന്നു. വമക്കറല്ല അള്ളാഹു കുതന്ത്രം മെനയുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അള്ളാഹു ഏറ്റവും നല്ല പ്ലാനറാണ്. ഈ മൂപ്പരല്ലേ പറഞ്ഞത്, പിന്നെ ഞാൻ ജനുവരി 20-ന് ഞാൻ അധികാരമേൽക്കുന്നതിന് മുമ്പ് നിങ്ങള് പിന്നെ തട്ടിയെടുക്കപ്പെട്ട ബന്ദികളെ വിട്ടയച്ചിട്ടില്ലെങ്കിൽ ഓൾ ഹെൽ വിൽ ബ്രേക്ക് ലൂസ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് അല്ലെ? മിഡിൽ ഈസ്റ്റില് എല്ലാ നരകവും ഒന്നിച്ച് പൊട്ടിപ്പുറപ്പെടും എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ നരകം എവിടെയാ? ഇപ്പൊ നരകം മൂപ്പരുടെ വീടിന്റെ മുറ്റത്ത് ഓൾ ഹെൽ ബ്രേക്ക് ലൂസ് അല്ലെ? അവിടെയാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. നമുക്ക് അത്തരം സംഗതികൾ വരുമ്പോൾ ഒരിക്കലും നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. പടച്ചവന്റെ ശിക്ഷ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ ഒരിക്കലും അത് എത്ര ശത്രുക്കൾക്കെതിരെ വന്നാലും നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. കാരണം അതിൻ്റെ അകത്ത് നിരപരാധികളുണ്ട് അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ മരണത്തിലോ അവിടുത്തെ ഈ ഫലസ്തീനിലെ സംഭവവികാസങ്ങളിൽ ഒരു പക്ഷേ ഫലസ്തീൻ സപ്പോർട്ടേഴ്സ് വരെ അതിലുണ്ടാകാം. ഫലസ്തീന് അനുകൂലമായി സംസാരിക്കുന്ന ആളുകൾ വരെ അതിലുണ്ടാകാം. പക്ഷേ ഇത്രയും അമേരിക്കയുടെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിക്കാത്ത ഒരു സംഗതി ഈ ഒരു സമയത്ത് സംഭവിച്ചതിൽ വലിയൊരു പാഠം അള്ളാഹു തീർച്ചയായിട്ടും നൽകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അതിലൊരു പാഠമുണ്ട്. ആ പാഠം എന്താന്ന് വെച്ചാല് നിങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്യുന്നു. ഇപ്പൊ നോക്കൂ, ഗസയ്ക്കെതിരെ 17 ബില്യൺ ഡോളറാണ് അമേരിക്ക ആയുധങ്ങളായിട്ടും ഇസ്രായേലിനുള്ള ബോംബൊക്കെ ആയിട്ട് കൊടുത്തത്. പക്ഷേ
$159 ബില്യൺ നഷ്ടം ഈ കഴിഞ്ഞ 7 ദിവസം കൊണ്ട് അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. പാരീസ് നഗരത്തിന് അത്ര വലിപ്പമുള്ള പ്രദേശം അല്ലെ, 65 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലുള്ള ആയിരക്കണക്കിന് വീടുകൾ പൂർണ്ണമായിട്ടും ചാമ്പലായി. സാധാരണഗതിയിൽ ഇത്തരം ദുരന്തങ്ങളിലൊക്കെ നഷ്ടപ്പെടുന്നത് പാവപ്പെട്ട മനുഷ്യരാണ്, പാവപ്പെട്ടവരും മിഡിൽ ക്ലാസ്സുമാണ്. പക്ഷെ ഇവിടെ ഇതാ സെലിബ്രിറ്റികൾ പോലും വിലപിക്കാണ്. കുറച്ചു മുമ്പ് ഫലസ്തീനികൾക്കെതിരെ ട്വീറ്റ് ചെയ്ത ഒരാളുണ്ട്, ജെയിംസ് വുഡ്സ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് നടൻ. നോ കോംപ്രമൈസ്, നോ മേഴ്സി, നോ സീസ് ഫയർ, കിൽ ദം ഓൾ അല്ലെ, അയാളുടെ ഒരു ഹാഷ്ടാഗ് ആയിരുന്നു കിൽ ദം ഓൾ, എല്ലാവരും കൊല്ലണം, നോ കോംപ്രമൈസ്, നോ മേഴ്സി, നോ സീസ് ഫയർ എന്ന് പറഞ്ഞ ആളാണ് ഹോളിവുഡ് നടൻ ജെയിംസ് വുഡ്സ്. അയാള് ഇപ്പോൾ CNN വന്നിട്ട് കരയുന്നത് ലോകം മുഴുവൻ കണ്ടു. ലോകത്തെ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ആളുകളും പ്രത്യേകിച്ച് ഫലസ്തീൻ സപ്പോർട്ടേഴ്സ് അയാളൊക്കെ ശരിക്ക് കശക്കി. കാരണം നീ പറഞ്ഞ അതേ സംഭവം, അല്ലെങ്കിൽ ഫലസ്തീനി പിന്നെ വിലപിക്കുന്ന ഒരു ഫലസ്തീനി സ്ത്രീ, ഒരു വീട് തകർന്ന ആ വീടിന് മുന്നിൽ ഇരുന്നിട്ട് വിലപിക്കുന്ന ഒരു ഫലസ്തീനിയുടെ ചിത്രം ഇട്ടിട്ടാണ് അയാൾ ഇത് മുഴുവൻ പറഞ്ഞത്. പടച്ചോന്റെ ഒരു കാവ്യനീതി നോക്കൂ, ഒരു പോയറ്റിക് ജസ്റ്റിസ് നോക്കൂ. അതേ പറഞ്ഞ് വായെടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ആ സ്വന്തം വീട് നഷ്ടപ്പെട്ടിട്ട് കരയുന്ന വിലപിക്കുന്ന ഒരു ഹോളിവുഡ് നടനെ നമുക്ക് കാണേണ്ടി വന്നു. ഈ ഈ സംഭവം നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഓസ്കാർ അവാർഡ്സിന്റെ ഒരു ട്രയൽസിൽ അവിടെ വെച്ച് ദൈവത്തിനെ കളിയാക്കി അല്ലെ. പിന്നെ ഹോളിവുഡ് സിനിമകളെ അവലോകനം ചെയ്തിട്ട് അവിടെ പറഞ്ഞത്, ഇവിടെ ഇന്ന ആക്ടർ വിജയിച്ചു, ഇന്ന ആക്ടർ ജയിച്ചു, പക്ഷെ ദൈവം പരാജയപ്പെട്ടു, കാരണം ദൈവത്തിന് ഒറ്റ സ്കോറും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയ വീഡിയോകൾ നമ്മൾ കണ്ടു. അതേ ദൈവത്തിന്റെ കളി അവിടെ അവർക്ക് കാണേണ്ടി വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങൾ ഒരു ഫിത്നയെ ഭയപ്പെടണം. നിങ്ങളിലെ അക്രമികളല്ലാത്ത എല്ലാവരെയും ബാധിക്കുന്ന വിപത്തുകൾ ചിലപ്പോഴൊക്കെ അള്ളാഹു, ഇതിന്റെ അർത്ഥം ചിലപ്പോൾ ആളുകൾ ചോദിക്കും, അങ്ങനെ നിങ്ങൾ പറയുന്ന കോലത്തിലാണെങ്കിൽ എന്തുകൊണ്ട് ടെല്ലവീവിൽ ഇങ്ങനെ ഒരു ഫയർ ഉണ്ടാവുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നെതന്യാഹുവിന്റെ വീട് നശിച്ചു പോകുന്നില്ല, ജോ ബൈഡന്റെ വീട് നശിച്ചു പോകുന്നു? അങ്ങനെയൊന്നുമല്ല. ഇത് ഞാൻ പറയുന്നില്ലേ, ഇത് പടച്ചോന്റെ ഒരു ശിക്ഷയാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല ശിക്ഷയാണെന്ന്. പക്ഷെ ഇതിലൊരു പാഠമുണ്ട്. ആ പാഠം എന്താന്ന് വെച്ചാല്, കണ്ടങ്ങിരിക്കുന്ന മർത്യനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ അല്ലെ. അങ്ങനെ ഉണ്ടല്ലോ, ഒരു 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 കവി പണ്ട് പാടിയിട്ടുണ്ടല്ലോ അല്ലെ. പിന്നെ മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. അടച്ചവന് വളരെ സിമ്പിളാണത്. നോക്കൂ, ഇങ്ങനത്തെ ഒരു ലോകത്തിന്റെ എത്രയും ശക്തിയുള്ള ഒരു ഫോഴ്സ്, ലോകത്തിലെ ഏറ്റവും സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു ശക്തി, മറ്റ് രാജ്യങ്ങളിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കുന്ന ഒരു ശക്തി, നിരപരാധികളുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു ശക്തിക്ക് ഒരു തീ ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് ആ തീയിനെ ഇപ്പോഴും ജനുവരി 7 തുടങ്ങിയ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ല. എന്ന് മാത്രമല്ല, ഇന്നൊക്കെ അത് വഷളാവുന്നതാണ്. നമുക്ക് തീർച്ചയായിട്ടും സഹതാപം വേണം, ദുഃഖം വേണം അവിടുത്തെ നിരപരാധികളായ മനുഷ്യർ ഇതിൽ കഷ്ടപ്പെടുന്നതിൽ. ഒരിക്കലും ഒരുത്തന്റെ ദുഃഖത്തിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. പക്ഷെ അതേസമയം ഇതിലെ പാഠം നമ്മൾ ഉൾക്കൊള്ളാതെ പോകരുത്. ആ പാഠം എന്താന്ന് വെച്ചാൽ, ലോകത്ത് കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ഒപ്പം നിൽക്കാൻ നിങ്ങൾക്കൊന്നും മനസ്സില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ അള്ളാഹു നിങ്ങളെയും പിടിച്ചു കുലുക്കും. ഒരു സ്ഥലത്തും ആരും സുരക്ഷിതനല്ല. വലൗ കുന്തും ഫി ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ മില്യൺ കണക്കിന് ഡോളറിന്റെ ആഡംബര വസതികളിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളോട് കൂടി വസിക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു ചെറിയ തീപ്പൊരി, ഒരു ചെറിയ കാറ്റ്, അത് മതി നിങ്ങളെ മുഴുവൻ പിടിച്ചുലക്കാൻ, നിങ്ങളെ മുഴുവൻ തച്ചുടക്കാൻ, നക്കി തുടക്കുന്ന ഒരു തീയും ഒരു കാറ്റും. ഇത് അള്ളാഹുവിന്റെ സൈന്യമാണ്. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലെ സൈന്യം മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ സൈന്യത്തിനെ നിങ്ങൾക്ക് തടുത്തു നിർത്താനാവൂല. ഇത് മനുഷ്യൻ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഭൗതികമായ ശക്തിയിൽ അഭിരമിക്കുക, നമ്മുടെ കഴിവില് വലിയ അഹങ്കരിക്കുക, അവമതിക്കുക, അതിനൊക്കെ എന്നിട്ട് മറ്റുള്ളവരൊക്കെ പുച്ഛിക്കുക, നിരപരാധികളായ മനുഷ്യരുടെ മരണത്തിൽ സന്തോഷിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഓർത്തിരിക്കേണ്ട സംഗതിയാണ്, ലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമികൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് കാണരുത്. അള്ളാഹു അശ്രദ്ധനല്ല, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ പിടിക്കും ചിലരെ.
പിടിച്ചു കുലുക്കും, ശക്തമായി പിടിച്ചു കുലുക്കും. ഇന്ന് 3 ലക്ഷം അഭയാർത്ഥികൾ അമേരിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിറ്റി ആയിട്ടുള്ള ലോസ് ഏഞ്ചലസിലെ, ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായ, നോക്കൂ, നമ്മുടെ വയനാട് ദുരന്തം നടന്നപ്പോ അവിടെ നമ്മുടെ രാഷ്ട്രീയക്കാർ കാണിച്ച ഒരു പക്വത പോലും കാണിക്കാൻ പറ്റാതെ അവിടുത്തെ അവിടുത്തെ അടുത്ത പ്രസിഡന്റ് ആകാൻ പോകുന്ന ആള് അവരെ മുഴുവൻ ചീത്ത പറയാണ്. ആരെയൊക്കെ ചീത്ത പറയുന്ന? ഫയർ ഫൈറ്റേഴ്സിനെ ചീത്ത പറയാണ്. വാട്ട് ആർ ദേ ഡൂയിങ്? അയാൾ ചോദിക്കാണ് അയാളുടെ സോഷ്യൽ മീഡിയ സൈറ്റിലൂടെ. ഡ്രസ് എടുത്തോ മടക്കി അപ്പോ വെച്ചു. വാട്ട് ആർ ദേ ഡൂയിങ്? വാട്ട് ദ ഹെൽ ആർ ദേ ഡൂയിങ്? എന്നിട്ട് അവിടുത്തെ ഗവർണറെ ചീത്ത പറയാ, അവിടുത്തെ മേയറെ ബത്സിക്കുക, അവരെ കുറ്റപ്പെടുത്തുക. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇത് നമ്മുടെ കൺമുന്നിൽ അള്ളാഹു കാണിച്ചു തന്ന ഒരു പാഠമാണ്. നമ്മുടെ കൺമുന്നിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരിക്കലും നമ്മൾ ഇതിനെ, ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും സന്തോഷിക്കുകയോ ഇതിനെ ആഘോഷിക്കുകയോ ചെയ്യരുത്. ഇത് നാളെ അവർക്കാണ് സംഭവിച്ചെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ പലയിടത്തും ആവർത്തിക്കപ്പെടാം. അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷേ പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ മടിക്കരുത്. ഇത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സൈന്യമാണ്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു പാഠമാണ്. അള്ളാഹുവിനെ വെല്ലുവിളിച്ചിട്ട് ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇത്തരം, കാരണം അല്ലെങ്കിൽ ആ സമയത്ത് ഇത്രയും എല്ലാ അർത്ഥത്തിലും പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യരുടെ കൂട്ടത്തിലേക്ക് ഇങ്ങനെ ഒരു അപകടം, ഒരു ദുരന്തം വരിക എന്ന് പറയുന്നത്, ഇത് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഇടപെടലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ സൂറത്ത് ഞാൻ വളരെ കോയിൻസിഡൻസ് ആയിട്ട് വന്ന ഒരു സംഗതിയാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ അദൃശ്യമായ സംഗതികളാണ്. അള്ളാഹു അദൃശ്യ വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്തിനാണ്? താങ്കൾക്ക്, റസൂലിനോട് അള്ളാഹു പറയാണ്, ഇത്തരം കുതന്ത്രങ്ങളിൽ ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾക്കും വിശ്വാസികൾക്കും എതിരെ നടക്കുമ്പോൾ ആ കുതന്ത്രങ്ങളെ കുറിച്ച് താങ്കൾ വല്ലാതെ ബേജാറാവേണ്ടതില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട്, ഇതൊക്കെ കേട്ടുകൊണ്ട്, ഇതൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇരിക്കുന്നുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് നേരെ അവര് എടുത്ത 2 ഓപ്ഷൻസ് എന്താ? ഒന്ന്, അദ്ദേഹത്തെ കൊല്ലുക, അല്ലെ? ഉഖ്തുലൂഹു ഔ ഇത്റഹൂഹു അർളൻ. ഒന്ന് അദ്ദേഹത്തെ കൊല്ലുക, അല്ലെങ്കിൽ നാട് കടത്തുക, അല്ലെ? ഇത് റിവേഴ്സ് ഓർഡറിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ആദ്യം അവരെന്ത് ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട് കടത്തി. എവിടേക്ക് നാട് കടത്തി? ഷഹബ അബി താലിബിലേക്ക്, അല്ലെ? ഷഹബ അബി താലിബില് ആ കഥ നമുക്കറിയാലോ. ഉപരോധം 3 വർഷം അവിടെ ഒരു താഴ്വരയില്, ഷഹബ അബി താലിബ് എന്ന് പറയുന്ന ആ താഴ്വരയില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളെയും അവര് ഒരു 3 വർഷത്തോളം ഉപരോധിച്ചു. എന്നിട്ട് അതിനുശേഷം കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോ യൂസുഫ് അലൈഹി ഇസ്ലാമയെ കൊല്ലാനും പിന്നെ കൊല്ലുക അല്ലെങ്കിൽ നാട് കടത്തുക എന്നതായിരുന്നു അവർ തീരുമാനിച്ചിരുന്നുവെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ മക്ക മുശ്രിക്കുകൾ ചെയ്തത് എന്താ? ഒന്ന്, നാട് കടത്തുക, രണ്ടാമത്തത് അദ്ദേഹത്തെ കൊല്ലുക. അപ്പം ഇതേ സംഗതി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷേ 2 സംഗതിയും പരാജയപ്പെട്ടു. അവര് എന്ന് മാത്രമല്ല, യൂസുഫ് അലൈഹി സ്വലാമയെ കിണറ്റിലിട്ടത് കൊല്ലാനായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നാട് കടത്താനായിരുന്നുവെങ്കിൽ, യൂസുഫ് അലൈഹി സ്വലാം എവിടെ എത്തിപ്പെട്ടു? അവസാനം ഈജിപ്തിന്റെ പവറിൽ എത്തിപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ തിരിച്ച് അതുപോലെ എത്തിപ്പെട്ടത് എവിടെയാ? മദീനയിലെ പവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചു. 2 പ്രവാചകന്മാർക്കും അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം ലഭിക്കുക എന്ന് മാത്രമല്ല, ആ പ്രദേശത്ത്, അവരവരുള്ള പ്രദേശത്ത് രണ്ടാളും അധികാരം തന്നെ കിട്ടുന്ന പ്രവാചകന്മാരായിട്ട് മാറി. ഒരു സ്റ്റേറ്റ് സ്ഥാപിക്കാൻ സാധിച്ചു, അല്ലെ? ഈജിപ്തില് യൂസുഫ് അലൈഹി ഇസ്ലാമയും മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു അധികാര സ്ഥാനത്ത് വന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിനെ അവലംബിച്ചുകൊണ്ട് അവന്റെ മാർഗത്തിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അവർക്കൊക്കെ നടക്കുന്ന എല്ലാവർക്കും അധികാരമൊന്നും അള്ളാഹു കൊടുത്തോളുന്നില്ല. ചില പ്രവാചകന്മാർ വധിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെ? ചില പ്രവാചകന്മാർ ഒരാളും കിട്ടാതെ പോയിട്ടുണ്ട്. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷം പ്രവർത്തിച്ചിട്ട് ആരെയും കിട്ടിയിട്ടില്ല. അതുപോലെ സക്കരിയ നബീനെയും യഹിയ നബീനൊക്കെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കൊലപാതകങ്ങൾ നടന്നാലും ഇത്തരം കുതന്ത്രങ്ങൾ നടന്നാലും അതൊക്കെ രേഖപ്പെടുത്തി, അതൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തി, അതിനൊക്കെ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസത്തേക്ക് അതൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കെതിരെ നടത്തുന്ന പ്ലാനുകളിൽ നിന്ന് രക്ഷപ്പെട്ട് അവരെയൊക്കെ തോൽപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഒരു പക്ഷെ നമ്മളൊക്കെ തന്നെ അതിൽ രക്തസാക്ഷികളായി മരിച്ചു പോകും.
ഇത്തരം കുതന്ത്രങ്ങളിൽ പെട്ടിട്ട്. പക്ഷേ ഡോണ്ട് തിങ്ക് എവർ ദാറ്റ് വി ബിക്കെയിം ദ വിക്ടിംസ്. നമ്മൾ പരാജയപ്പെട്ടു, വി ഫെയിൽഡ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. നമ്മൾ രണ്ടിലൊരു നന്മയെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇമ്മൻ നസർ അവിൽ ഇസ്തിഷ്ഹാദ്. അബൂ ഉബൈദ എപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നില്ലേ, ഇന്നഹു ല ജിഹാദ് നസുറുൻ ഔ ഇസ്തിഷ്ഹാദ്. ഇന്നഹു ല ജിഹാദ്, ഇതൊരു ജിഹാദാണ്. ഫലസ്തീനിൽ നടക്കുന്നത് വാസ്തവത്തിൽ ഒരു ജിഹാദാണ്. നസുറുൻ ഔ ഇസ്തിഷ്ഹാദ്, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം, രണ്ടിലൊന്നാണ്. അപ്പോ ഏത് തരം കുതന്ത്രങ്ങൾ, എത്ര വലിയ തന്ത്രങ്ങൾ മെനയുന്ന ആളുകൾക്ക് തന്ത്രം മെനഞ്ഞാലും അന്തിമമായിട്ട് വിശ്വാസികൾക്ക് രണ്ടിലൊരു നന്മയാണ്. ഒന്നുകിൽ ഈ ലോകത്ത് വിജയം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷിത്വം. അപ്പൊ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർ രക്തസാക്ഷികളാണ്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അധികാരം കിട്ടിയ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയെ പോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ, സുലൈമാൻ നബിയെ പോലെ, ദാവൂദ് നബിയെ പോലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ ലോകത്ത് തന്നെ അള്ളാഹു വിജയം കൊടുത്തു എന്നർത്ഥം. പക്ഷേ അന്തിമമായ വിജയം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ പരിണാമം, ഏറ്റവും നല്ല പരിണാമം ആരുടേതാണ്? തഖ്വ ഉള്ളവരുടേതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു കേട്ടോ. അപ്പൊ ഇനി നമ്മൾ അതാണ് ശരിക്കും ഈ ആയത്തിന്റെ ഒരു ചെറിയ വിശദീകരണം. ഇനി നമ്മൾ ഈ സൂറത്തിന്റെ തുടക്കവും ഇതിന്റെ അവസാനവും തമ്മിലുള്ള ഒരു കോറിലേഷൻ അതൊന്ന് ചെറുതായിട്ട് പരിശോധിക്കാം. അത് നമ്മൾ ഈ 111 ആയത്ത് വരെ പറയുമ്പോൾ അതിന്റെ ഇടയ്ക്കൊക്കെ അത് വരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ബന്ധം, അതായത് ഖുർആനില് അള്ളാഹു മിക്കവാറും പ്രത്യേകിച്ച് ഇത്തരം സ്റ്റോറികൾ പറയുമ്പോൾ ആ കഥകൾ, ഇപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സൂറത്തുൽ കഹ്ഫ് ആകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂറത്താവട്ടെ, അവിടെയൊക്കെ നമ്മളൊരു ഒരു കോറിലേഷൻ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൂറത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞ ഒരു സംഗതി ഉണ്ട്. അതെന്താണ്? ഇപ്പോ അലിഫ് ലാം റ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ അങ്ങനെ പറഞ്ഞിട്ട് അല്ലെ, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലക്കും തഅഖിലൂൻ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഉഹൈന ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലിൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആ തുടക്കം, ആ ഇൻട്രൊഡക്ഷൻ, അതിന്റെ അർത്ഥം നമുക്കറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടും വിചാരിക്കും. ആ അർത്ഥത്തിലേക്ക് വരാം, പക്ഷെ അതിനു മുമ്പ് അപ്പം ആ തുടക്കത്തില് അള്ളാഹു ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന്റെ ലക്ഷ്യം, ഈ കഥ നിങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ കഥ ഒരു പൈങ്കിളി കഥയ്ക്കപ്പുറം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പിന്നെ നമ്മൾ പറയുമല്ലോ, അതിനുശേഷം അവർ സുഖമായിട്ട് ജീവിച്ചു, ദെൻ ദൈ ലിവ്ഡ് ഹാപ്പിലി ഫോർ എവർ എന്ന് പറയുന്ന ഒരു സന്തോഷ സൂചകമായ ഒരു കഥ അവസാനിച്ചു എന്നത് പറയുന്നതിനപ്പുറം ഈ കഥയിലെ പാഠങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങളുടെ ലെൻസ്, നിങ്ങൾ വെക്കുന്ന കണ്ണട, ആ കണ്ണട ശരിയാവണം തുടക്കത്തിൽ. ആ കണ്ണട ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കഥയിലൂടെ പോകുമ്പോൾ ഒരുപാട് പാഠങ്ങൾ ലഭിക്കും. ആ പാഠങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കണ്ണട എടുത്ത് മാറ്റാം. മനസ്സിലായോ? ശരിക്കും അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ദാലിക മിൻ അംബാഇൽ ഗൈബ് എന്ന് പറഞ്ഞപ്പോ ഈ ഇതൊക്കെ അൺസീൻ ആയിട്ടുള്ള അദൃശ്യ ലോകത്ത് നിന്നുള്ള ഒരു സ്റ്റോറി അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാണ് അല്ലെ. ആ സ്റ്റോറി എങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്? നൂഹൈഹി ഇലൈക്ക് അല്ലെ, അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ദിവ്യബോധനത്തിലൂടെ നൽകിയതാണ്. അപ്പൊ അതിന്റെ സോഴ്സ് ആരാ? ഈ കഥ നമുക്ക് ലഭിക്കാനുള്ള കൃത്യമായ ഒറിജിൻ എവിടെന്നാ? അള്ളാഹുവാണ്. അള്ളാഹുവാണ് ഇത് പറഞ്ഞു തരുന്നത്, വേറെ എവിടെന്നുമല്ല. ഇപ്പൊ ബൈബിളിൽ നിന്നാണ് ഇത് പറഞ്ഞത് എന്ന് ആരെങ്കിലും ഈ കഥയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു PhD തീസീസ് സമർപ്പിക്കാം ഇത് ബൈബിളിൽ നിന്നല്ല എന്നുള്ളതിന്. കാരണം എന്താ? ബൈബിളിലെ കഥയുമായിട്ട് ഇതിനൊരു പുലബന്ധം പോലുമില്ല. പുലബന്ധം എന്ന് പറയരുതെന്ന് പറഞ്ഞത്, അതുകൊട്ടെ, അത് മലയാളത്തിൽ ഒരു തെറ്റായ പ്രയോഗമാണെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ there is no relation between Quran and Bible in this story, especially when it comes to this story. ഇതിന്റെ പൂർണ്ണമായിട്ടും ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്? അള്ളാഹുവിങ്കിൽ നിന്നാണ്. ഇത് മറ്റൊരു ചരിത്രം എവിടെയും ഈ കഥ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു ചരിത്ര പുസ്തകത്തിൽ ഈ കഥ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോ ഇവിടെ അള്ളാഹു സ്ഥാപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാല്, ലോകത്ത് ഖുർആനില് അള്ളാഹു കഥകൾ ആവർത്തിച്ചു പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ്. ലോകത്ത് നടന്നു പോയിട്ടുള്ള സംഭവങ്ങളിൽ നിങ്ങൾക്ക് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പാഠങ്ങളെക്കാൾ
കൃത്യമായിട്ടുള്ള വിവരണം, നേരിട്ടുള്ള ഒരു ദൃക്സാക്ഷി വിവരണം, ഒരു ഐ വിറ്റ്നസ് അക്കൗണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എവിടുന്ന് ലഭിക്കില്ല. വേറെ ഒരു സോഴ്സും ലഭിക്കാത്തൊരു സംഗതിയാണത്. കാരണം എന്താ? അള്ളാഹു പറയുന്നുണ്ട്, മാ യകൂനു മിൻ നജ്വാ മിൻ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സർ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനു. ഇത് ഖുർആന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. എന്താണ്? മാ യകൂനു മിൻ നജ്വാ മിൻ സലാസത്തിൻ. ഇത് സൂറത്ത് മുജാദിലന്ന് തോന്നുന്നുണ്ട് അല്ലെ? അല്ലെ? മുജാദല. മാ യകൂനു മിൻ നജ്വാ മിൻ സലാസത്തിൻ. 3 പേര് കൂടിയിട്ട് ഒരു രഹസ്യ സംഭാഷണം നടത്തിയാൽ ഇല്ലാ ഹുവ റാബിഉഹും. അവിടെ 4മതായിട്ട് ആരുണ്ട്? അല്ലാഹു ഉണ്ട്. വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും. 5 പേരാണെങ്കിൽ 6മതായിട്ട് ആരുണ്ട്? അല്ലാഹു ഉണ്ട്. വലാ അദ്നാ മിൻ ദാലിക വലാ അക്സർ. അതിനേക്കാൾ കുറയട്ടെ കൂടട്ടെ, ഇല്ലാ ഹുവ മഅഹും. അവരുടെ ഒപ്പം ആരുണ്ട്? അല്ലാഹു ഉണ്ട്. ഐനമാ കാനു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഈ നടക്കുന്ന എല്ലാ പ്ലാനുകളുടെ, എല്ലാ സംഭവങ്ങളുടെ ദൃക്സാക്ഷിയായിട്ട് അള്ളാഹു ഉണ്ട്. ആ അള്ളാഹു ആണ് പ്രവാചകനോട് പറയുന്നത്, യൂസുഫ് അലൈഹി ഇസ്ലാമയ്ക്കെതിരെ നടത്തിയ ഈ ഗൂഢാലോചനകളിൽ താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഉണ്ടായിരുന്നു. ഞാനത് താങ്കൾക്ക് പറഞ്ഞു തരണം. എന്തിനാണ് ഇപ്പൊ ഇത് പറഞ്ഞു തരണമെന്ന് അറിയോ? ഇന്നത്തെ കാലത്ത് താങ്കൾക്കും ഇതിനു ശേഷം താങ്കളെ പിന്തുടരുന്ന അനുയായികൾക്കും സത്യവിശ്വാസികൾക്കും ലോകാവസാനം വരെയുള്ള വിശ്വാസികളുടെ സമൂഹത്തിനും ഒരുപാട് ഇത്തരം സ്കീമുകളെ അതിജയിക്കേണ്ടി വരും, കുതന്ത്രങ്ങളെ അതിജയിക്കേണ്ടി വരും. ചിലപ്പോൾ അതിജയിക്കും, ചിലപ്പോൾ അവർ നേരിട്ട് പരാജയപ്പെടും, അതിനെ അഭിമുഖീകരിച്ച് അവർ പരാജയപ്പെടും. പക്ഷെ വാട്ട് എവർ മേ ബി, അള്ളാഹു ഇത്തരം പ്ലാനുകളെ കാണുന്നു, കേൾക്കുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അത് നൽകുന്ന ഒരു സമാധാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു PC ജോർജ് അവിടെ നിന്ന് നിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോടേയ് എന്ന് പറയുമ്പോഴേക്കും തളരാനും, അത് കേൾക്കുമ്പോൾ ഊഫ് എന്താണ് എന്ന് വിലപിക്കാനും, അല്ലെങ്കിൽ ഇപ്പുറത്ത് ഒരു കാസയോ ഒരു പിന്നെ ഏതെങ്കിലും ഒരു ഇസ്ലാമോഫോബ്, ഇപ്പൊ ഇലോൺ മസ്ക് അല്ലെ, ഏറ്റവും വലിയ ഇസ്ലാമോഫോബായിട്ട് അയാൾ മാറണം. അയാളുടെ എല്ലാ മീഡിയ, സകല മീഡിയ, ട്വിറ്റർ അയാൾ വാങ്ങി. ഇനിയിപ്പോ പ്രസിഡന്റ് ട്രംപ് ആണ്, പക്ഷെ ട്രംപിനേക്കാളും വലിയ സൂപ്പർ പ്രസിഡന്റ് ആകാൻ പോവുകയാണ് ആര്? മസ്ക്. എന്ന് മാത്രമല്ല, മസ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു ട്രൈറ്റ് എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ തന്നെയാണ്. അയാളുടെ. അങ്ങനെയൊക്കെ കുതന്ത്രങ്ങൾ അയാൾ മെനയാണ്. അയാൾ ഭയങ്കര റോബോട്ടും AI-യും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അതായത് ഇസ്ലാമോഫോബിയ കൂടുതൽ മെക്കനൈസ് ചെയ്യാൻ പോവുകയാണ്, ഓട്ടോമേറ്റ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായോ? റോബോട്ടൈസ് ചെയ്യാൻ പോവുകയാണ് ഇസ്ലാമോഫോബിയ. അങ്ങനെ അത്തരം പ്ലാനുകൾ നടക്കുമ്പോൾ അള്ളാഹ് പറയാണ്, ഡോണ്ട് വറി വമാ കുന്ത ലദൈഹിം ഇത് അജ്മഉ അംറഹും. ഇവരിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുമ്പോൾ, അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല. കാരണം ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു കംപ്ലാസന്റ് ആകണം എന്നല്ല. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വഴിയിലൂടെ ചലിക്കണമെന്നല്ല. നമ്മൾ അതിനെ എതിർക്കാൻ പറ്റുന്ന, നിങ്ങൾ അതിനേക്കാളും വലിയ ശക്തി സംഭരിക്കണം. നിങ്ങൾ ഇലോൺ മസ്കിനേക്കാളും വലിയ ബിസിനസ്സുകാരായിട്ട് നിങ്ങൾ മാറണം, അല്ലെ? വഅദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ വമിൻ റിബാത്തിൽ ഖൈൽ. അന്ന് പ്രവാചകനോട് പറഞ്ഞതാണത് അള്ളാഹു. എന്താ? വഅദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ. നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ശക്തിയും സംഭരിക്കണം. വമിൻ റിബാത്തിൽ ഖൈൽ, മേൽത്തരം കുതിരകളുടെ ഒരു കൂട്ടം നിങ്ങൾ സംഭരിക്കണം. എന്തിനാണ്? തുർഹിബൂന ബിഹി അദുവല്ലാഹ് വഅദുവക്കും. അള്ളാഹുവിന്റെ ശത്രുവിനെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ശക്തി സംഭരിക്കണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ശക്തി എന്താ? ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ശക്തി എന്താ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ശക്തി എന്താ? പവർ എന്ന് പറഞ്ഞാൽ എന്താ? അധികാരമാണോ? ആയുധങ്ങളാണോ? ടെക്നോളജി ആണോ? അതിനേക്കാളൊക്കെ ഉള്ള പവർ പണം, മണിയാണ് ആയുധം. ഇലോൺ മസ്കിന്റെ അടുത്തുള്ളത് പണമാണ്. വാറൻ ബഫറ്റിന്റെ അടുത്തുള്ളത് പണമാണ്. അദാനിയുടെ അടുത്തുള്ളത് പണമാണ്. പ്രൈം മിനിസ്റ്റർ ആരായിക്കോട്ടെ, അല്ലെ, പ്രസിഡന്റ് ആരായിക്കൊള്ളട്ടെ, ഇന്ത്യയിൽ ഒരാൾ പ്രൈം മിനിസ്റ്റർ ആണ്, പക്ഷെ അയാളെ കൺട്രോൾ ചെയ്യുന്ന ആരാ? ഈ പണത്തിന്റെ ആളാണ്. ഇപ്പോ ട്രംപ് ആണ് പ്രസിഡന്റ് ആയിട്ട് അമേരിക്കയിൽ വരുന്നത്, പക്ഷെ അയാളെ കൺട്രോൾ ചെയ്യുന്ന ആരാ? മസ്ക് ആണ്.
അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മുസ്ലിം സമൂഹം ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ പണം എത്ര സംഭരിക്കാം, എത്ര സമ്പന്നന്മാരാകാം എന്നുള്ളതാണ്. അത് ഞാൻ എൻ്റെ സൈഡായിട്ട് പറയാണ്. ഇപ്പൊ നോക്കൂ, നമ്മള് അപ്പൊ നമ്മൾ ചിലപ്പോൾ ആളുകൾ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചിലപ്പോൾ ഒരു പക്ഷേ എതിർപ്പ് പ്രകടിപ്പിച്ചേക്കാം. അതായത് നിങ്ങൾ എന്നെ ക്രിറ്റിസൈസ് ചെയ്തേക്കാം. പക്ഷേ പിന്നെ ബിസ്മില്ലാഹ് ഒരു മിസ്കീനായിട്ടല്ലേ മരിച്ചത്. മരിക്കാൻ നേരത്ത് പ്രവാചകന്റെ കയ്യിൽ ആകെ ഒരു തോൽപാത്രവും അദ്ദേഹത്തിന്റെ പടയും ഒരു ജൂതന്റെ അടുത്ത് പണയത്തിലായിരുന്നല്ലോ അല്ലെ എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂലിനെ ഒന്ന് ഒന്ന് കളിയാക്കി. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഖദീജ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്. എന്താ റസൂലെ അങ്ങനെ? എപ്പോഴും ഇങ്ങനെ ഖദീജ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. റസൂൽ അതിന് മറുപടി പറഞ്ഞു ഖദീജയെ കുറിച്ച്. ഖദീജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് പറഞ്ഞ എന്താ? ആരെങ്കിലും പറയും. എങ്ങനെ? ഖദീജയുടെ പണം ഉപകാരപ്പെട്ട മാതിരി എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ഉപകാരപ്പെട്ടിട്ടില്ല. ഖദീജയുടെ പണം ഉപകാരപ്പെട്ട അത്ര രൂപത്തിൽ മറ്റൊരാളുടെ പണം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. അപ്പൊ റസൂലിന് പണം വേണ്ടിയിരുന്നു അല്ലെ? പണം വേണ്ടിയിരുന്നത് കൊണ്ടാണല്ലോ ഖദീജയുടെ പണം ഉപകാരപ്പെട്ട അത്ര എനിക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല, അന്നത്തെ ഒരു മില്യനറസ് ആയിരുന്നു ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. കച്ചവടം ചെയ്ത് കിട്ടുന്ന പണം മുഴുവൻ ഇസ്ലാമിക മാർഗത്തിലെ ചെലവഴിച്ച്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളുണ്ട്. അതിൽ 6 പേര്, ചില കണക്കിലനുസരിച്ച് 7 പേരും ആരായിരുന്നു? ധനികരായിരുന്നു. ആ ധനികന ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സമ്പത്ത് ഉപയോഗിച്ചിട്ടാണ് തബൂക്കിലേക്കുള്ള ഒരു സൈന്യത്തെ തന്നെ റസൂൽ ഒരുക്കിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പണം ഉപയോഗിച്ചിട്ടാണ് എത്രയോ അടിമകളെ, ബിലാൽ അടക്കമുള്ള അടിമകളെ മോചിപ്പിച്ചത്. ഒരു അടിമയെ മോചിപ്പിക്കാൻ അന്ന് 100 ഒട്ടകമൊക്കെ കൊടുത്തിട്ടുണ്ട്. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ 100 ലാൻഡ് ക്രൂയിസർന്നോ 100 ഫെറാറി എന്നൊക്കെ നമുക്ക് പറയാം ഇന്നത്തെ കണക്കിൽ. ഇതൊക്കെ കൊടുത്തിട്ട് ഈ ആളുകളെ മോചിപ്പിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാ? പണം ഉള്ളതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് അതിന്റെ അർത്ഥം എങ്ങനെയും പണം സമ്പാദിക്കണം, ഏതു വിധേനയും പണം സമ്പാദിക്കണം എന്നല്ല, മറിച്ച് പണം ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറണം. അത് സമ്പാദിക്കുന്നതിലും അത് ചെലവഴിക്കാൻ വേണ്ടി, ദീനിനു വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ പണം സമ്പാദിക്കണം. ആ ഏറ്റവും നല്ല പണക്കാരായിട്ട് മാറണം. നല്ലവന്റെ കയ്യിൽ അല്ലെ, റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ്, നിഅ്മൽ മാലു ഫി യദിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കയ്യിൽ ഈ പണം എത്ര നല്ലതാണ് എന്ന് റസൂൽ ഹദീസ്, നിഅ്മൽ മാലു ഫി അബ്ദിൻ സാലിഹ് അങ്ങനെ എന്താണ് അതിന്റെ ടെർമിനോളജി, അതിന്റെ വാക്കുകൾ. അത് ഞാൻ കൃത്യമായിട്ട് വേർഡിങ് ഓർക്കുന്നില്ല, പക്ഷെ അങ്ങനെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല സാലിഹായിട്ടുള്ള അടിമയുടെ കയ്യിൽ എത്രയോ നല്ലതാണ് സാലിഹായ പണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഈ ഈ ഈ കുതന്ത്രങ്ങളെ നമുക്ക് തടയണമെങ്കിൽ അതിനെ കിടപിടിക്കുന്ന രൂപത്തിലുള്ള സമ്പത്തും ടെക്നോളജിയും, നേരത്തെ പറഞ്ഞ ടെക്നോളജി, ആയുധം, പിന്നെ പൊളിറ്റിക്കൽ പവർ, ഇതൊക്കെ വേണം. പക്ഷേ അതിൻ്റെ ഒക്കെ മേലെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വാഴണം. അതിന്റെ അർത്ഥം നമുക്കത് സാധിക്കാത്ത ഒരു അവസ്ഥയാണെങ്കിലോ വി ഡോണ്ട് നീഡ് ടു വറി. നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടും ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടും ഇതിനെ സത്യവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് അതിനെ സാക്ഷിയാക്കിക്കൊണ്ടും ആരുണ്ട്? അള്ളാഹു ഉണ്ട്. അപ്പൊ ഈ 102 ആയത്ത് മുതൽ 111 ആയത്ത് വരെ അള്ളാഹു പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഇതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ട്, ഇതൊക്കെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്കൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. ഇപ്പൊ അടുത്ത ആയത്ത് വേണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി മാത്രം അടുത്ത ആയത്തുകളൊന്ന് പറയാം കേട്ടോ. അതായത് ഇപ്പൊ വമാ കാന അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, അധിക ആളുകളും വിശ്വസിക്കുകയില്ല താങ്കൾ എത്ര പിന്നെ ശ്രമിച്ചാലും, താങ്കൾ എത്ര ആഗ്രഹിച്ചാലും അധിക ആളുകളും വിശ്വാസികളാവുകയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അവസാനം ഈ 110 എത്തുമ്പോൾ, അല്ല 111 എത്തുമ്പോൾ ലഖദ് ഖാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. അപ്പോൾ ഇവിടെ അവരുടെ ഈ കഥകളിലൊക്കെ, ഈ കഴിഞ്ഞുപോയ ജനങ്ങളുടെ കഥയിലൊക്കെ ഇബ്റത്തുൻ ലിഖൗമി യുഅ്മിനൂൻ, അല്ലെ, വിശ്വാസികൾക്ക്, ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക്
പാഠങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അപ്പൊ ഈ ഒരു കോറിലേഷൻ തുടക്കത്തിൽ അപ്പൊ നോക്കൂ, ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞ ഒരു സംഗതി അതുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാനാണ് ഞാൻ ഇനി ശ്രമിച്ചു നോക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ, അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. ഇത് ഈ സൂറത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മളൊന്നും കൂടെ പോകണേ. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, മുബീൻ ആയിട്ടുള്ള, ക്ലാരിഫൈങ് ആയിട്ടുള്ള, അല്ലെ മുബീന്റെ അർത്ഥം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, എല്ലാ സംഗതികളെയും പിന്നെ വ്യക്തമാക്കി തരുന്ന ഒരു ഗ്രന്ഥത്തിലെ ദൃഷ്ടാന്തങ്ങളാണ് ഇത്, ആയത്തുകളാണ് ഇത്. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ, നാം ഇതിനെ ഒരു അറബിയിൽ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആനൻ എന്നുള്ളത് അവിടെ ഖുർആൻ എന്ന പദത്തിൽ ഒരു ഗ്രന്ഥത്തിന്റെ പേരായിട്ടല്ല പറഞ്ഞത്, മറിച്ച് അറബിയിൽ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായിട്ട് നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ലഅല്ലക്കും തഅഖിലൂൻ, എന്തിനു വേണ്ടി? നിങ്ങൾ അഖൽ ഉപയോഗിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഖുർആനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല കഥകൾ നാം താങ്കൾക്ക് പറഞ്ഞു തരുന്നു. ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ താങ്കൾക്ക് ദിവ്യബോധനം നൽകുന്നതിലൂടെ. വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ, ഇതിന് മുമ്പ് താങ്കൾ എന്തായിരുന്നു? അശ്രദ്ധനായിരുന്നു. ഇനി ഇതിന്റെ റിലേഷൻ നോക്കൂ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ആയത്തുമായിട്ട് ഇതിന്റെ റിലേഷൻ നോക്കൂ. അതായത് ദാലിക മിൻ അംബാഇൽ ഗൈബ്, ഇത് അദൃശ്യമായ വർത്തമാനങ്ങളിൽ പെട്ടതാണ്, അല്ലെ? നൂഹൈഹി ഇലൈക്, നാം താങ്കൾക്ക് വഹിയായിട്ട് നൽകുന്നു. അവിടെ പറഞ്ഞെന്താ? ആദ്യം പറഞ്ഞെന്താ? ഔഹൈന നഹ്നു നഖുസ്സു അലൈക ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ താങ്കൾക്ക് ദിവ്യബോധനമായിട്ട് നൽകുന്നതിലൂടെ നല്ല കഥകൾ ഞാൻ പറഞ്ഞു തരുന്നു എന്ന് അവിടെ പറഞ്ഞു. ഇവിടെ പറയുന്നത് എന്താ? ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹൈഹി ഇലൈക്, ഇതൊക്കെ അദൃശ്യമായ വർത്തമാനങ്ങളിൽ പെട്ടതാണ്, നാം ഇത് താങ്കൾക്ക് വഹിയായിട്ട് നൽകുന്നു. അവിടെ ഔഹൈന പറഞ്ഞു, ഇവിടെ നൂഹി പറഞ്ഞു. ശരിക്കും അതൊരു ഫ്ലിപ്പാണ്. അതായത് അവിടെ പറയേണ്ടിരുന്നത് ബിമാ നൂഹി എന്നാണ്, ഇവിടെയാണ് ബിമാ ഔഹൈന. കാരണം എന്താ? അവിടെ കഥ പറയാൻ പോണുള്ളൂ. അവിടെ കഥ പറയാൻ പോകുന്നതിന് മുമ്പ് പറയേണ്ടത് ഞാൻ ഇതാ താങ്കൾക്ക് ദിവ്യബോധനം നൽകാൻ പോകുന്നു എന്നാ പറയേണ്ടത്. അതായത് മുതാരിയിലാണ് അത് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് ഇവിടെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ പറയേണ്ടിയിരുന്നത് എന്താണ്? ദാലിക മിൻ അംബാഇൽ ഗൈബി ഔഹൈന ഇലൈക്. പക്ഷേ അതിന്റെ ആ ഒരു സംഗതിയുടെ പിന്നെ അല്ലെങ്കിൽ അതിന്റെ ഒരു കണക്ഷൻ എന്താന്ന് വെച്ചാല്, അള്ളാഹു ഈ കഥകളൊക്കെ പറയുമ്പോൾ, ഈ അൺസീൻ വേൾഡിൽ നിന്നുള്ള, അദൃശ്യമായ സംഗതികളിൽ നിന്നുള്ള സംഗതികളൊക്കെ പറയുമ്പോൾ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് നിലകൊള്ളണം. കാലാകാലത്തേക്കുമുള്ള ഈ കഥകൾ എന്നുള്ളത് വെറും ഒരു കഥയായിട്ട് മനസ്സിലാക്കി അതിന്റെ ആ കഥയിലെ കഥാപാത്രങ്ങൾ, അതിലെ ആളുകളുടെ പെരുമാറ്റങ്ങൾ, അവരുടെ ബിഹേവിയർ, ഇതല്ല നമ്മുടെ ഫോക്കസ്. മറിച്ച് ഇതിന്റെ അന്തിമമായ ലക്ഷ്യം എന്താ? അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താ? ലഅല്ലക്കും തഅഖിലൂൻ, അല്ലെ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. ഈ സൂറത്തിന്റെ അവസാനവും പറയുന്നതാണ് ലഖദ് കാന ഫി ഖസസിഹിം ലഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ലുബ്ബുള്ള ആളുകൾക്ക് എന്തുണ്ട്? പാഠമുണ്ട്. അവിടെ പറഞ്ഞത് ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം ഈ സൂറത്ത് എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടത്തേക്ക് അള്ളാഹു ഈ കഥയെ കൊണ്ടുപോവുകയാണ് രണ്ടാമത്. ആ ഒരു കോറിലേഷൻ വളരെ പ്രകടമായി കാണുന്ന ഒരു സംഗതിയാണ്. പിന്നെ കിതാബുൻ മുബീൻ എന്ന് പറഞ്ഞല്ലോ, അല്ലെ? വളരെ എല്ലാ സംഗതികളെയും പിന്നെ ക്ലാരിഫൈ ചെയ്യുന്ന ഒരു ബുക്കാണിത്. ആ ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ലഭിക്കുന്നുണ്ടോ ഇല്ലേ? അല്ലെ? കിതാബുൻ മുബീൻ, അല്ലെ? ഇന്നാ അൻസൽന തുടക്കത്തിൽ പറഞ്ഞ അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, അത് ഈ പിന്നെ വളരെ ക്ലാരിഫൈങ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥത്തിലെ, എല്ലാം വ്യക്തമാക്കി തരുന്ന ഗ്രന്ഥത്തിലെ സുവ്യക്തമായ ആയത്തുകളാണ് എന്ന് പറഞ്ഞത് ഈ സ്റ്റോറിയുടെ അവസാനത്തിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മളിപ്പോ ഈ ഓരോ ആയത്തിലൂടെ കടന്നു പോയപ്പോ ഒരുപാട് സുവ്യക്തമായ പാഠങ്ങൾ നമുക്ക് ലഭിച്ചല്ലോ, അല്ലെ? ആയത്തുകൾ നമുക്ക് ലഭിച്ചല്ലോ. ആയത്ത് എന്ന് പറയുന്നത് ഖുർആന്റെ ഓരോ വചനത്തിനുള്ള ഒരു പേര് മാത്രമല്ല, മറിച്ച് ആ വചനങ്ങൾ നമുക്ക് നൽകുന്ന സുപ്രധാനമായ ദൃഷ്ടാന്തങ്ങളാണ്, സയൻസ് ആണ്. അതുകൂടി അള്ളാഹു സുബ്ഹാനഹു തആല ഇതിലൂടെ പറയുന്നുണ്ട്. അത് നമുക്ക് അവൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. വളരെ വ്യക്തമായിട്ട് ഒരു ഗൈഡൻസ് എന്നുള്ള നിലക്ക് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? ഇവിടെ ഈ സൂറത്തിന്റെ അവസാനം എത്തുമ്പോൾ എന്താണ്? മാ കാന ഹദീസൻ യുഫ്തറ,
ഇതൊരു കെട്ടിച്ചമക്കപ്പെട്ട വർത്തമാനമല്ല. വലാക്കിൻ, പക്ഷെ ഇത് തസ്ദീഖല്ലദീ ബൈന യദൈ, ഈ ഖുർആന്റെ മുമ്പിലുള്ള മറ്റ് ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്ന ഒരു വർത്തമാനമാണത്. വ തഫ്സീല കുല്ലി ഷൈൻ, എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. വഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക് സന്മാർഗവുമാണ് കാരുണ്യവുമാണ്. അപ്പൊ ഹുദ എന്ന് പറയുന്നത് സന്മാർഗം, ഗൈഡൻസ് എന്ന് പറയുന്നത് ഈ ഖുർആനിന്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യമാണ്. എന്ന് പറയുന്നത് കഥ കേൾക്കുക, ഒരു കഥയുടെ രസത്തിന് വേണ്ടി ആ കഥയിലെ ഗൂഢാലോചന, അതിന്റെ എന്താ പറയാ, അങ്ങനെ ഉണ്ടല്ലോ, കഥയ്ക്ക് എപ്പോഴും നമുക്കൊരു ത്രെഡ് ഉണ്ടാവും അല്ലെ? ആ ത്രെഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഓടുന്ന ഓട്ടത്തില് ആ കഥ നൽകുന്ന ഗൈഡൻസ് നമുക്ക് ലഭിക്കാതെ പോകരുത്. മറിച്ച് കഥ നമ്മൾ എത്ര വായിച്ചാലും, കഥ ഇനി പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും, അല്ല കഥാപാത്രങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിലും, അതിലെ ചിലതൊന്നും നമുക്ക് പിന്നെ എന്തുകൊണ്ടായിരിക്കും യൂസുഫ് നബിയുടെ ഉമ്മാനെ കുറിച്ച് പരാമർശിക്കാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും പിന്നെ ഈ ഈ സഹോദരങ്ങളോട് യൂസുഫ് അലൈഹിസ്സലാം അല്ലെങ്കിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം അത്ര സ്നേഹം കാണിക്കാതിരുന്നത് എന്നൊക്കെ കുറേ സംശയങ്ങൾ നമുക്കുണ്ടാകും. എന്തിനാണ് സഹോദരങ്ങൾ സംശയിച്ചത്? പിതാവ് ഇങ്ങനെ ഒരു ബ്രദറിനെ മാത്രം, ഒരു സണ്ണിനെ മാത്രം പ്രിഫർ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ കഥയിലെ നമുക്ക് പിടുത്തം കിട്ടാത്ത ഒരുപാട് വശങ്ങൾ ഉണ്ടാവും. പക്ഷേ അന്തിമമായിട്ട് അതിൽ നിന്നുള്ള ഹുദ, ഗൈഡൻസ്, ആ ഗൈഡൻസ് നമുക്ക് ലഭിക്കുന്നുണ്ടോ? അന്തിമമായിട്ട് അതിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം പ്രഥമവും പ്രധാനവുമായിട്ട് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു സംഗതി. ഇപ്പോ ഈ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ എന്ന് പറഞ്ഞല്ലോ, ഒരു അറബിക് ഖുർആൻ. ഇത് ഈ പിന്നെ അറബിയിലാണ് ഇത് ഈ ഗ്രന്ഥം അവതരിച്ചത്. എന്തുകൊണ്ടായിരിക്കും? അതും നമ്മുടെ ഒരു മുമ്പിലുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് എത്രയോ ഭാഷകളുണ്ട്. ഒരു മലയാളത്തിൽ അള്ളാഹ് ഇറക്കിയിരുന്നെങ്കിൽ നമുക്കൊക്കെ ഇത് വളരെ എളുപ്പമായിരുന്നു അല്ലേ? മലയാളത്തിൽ ഇനി വേണ്ട പോട്ടെ, ഒരു ഇംഗ്ലീഷിലെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇത് വളരെ എളുപ്പമായിരുന്നു. പക്ഷേ അള്ളാഹു ഇതിനു വേണ്ടി തെരഞ്ഞെടുത്ത ഭാഷ അറബിയാണ്. പക്ഷെ നോക്കൂ, ഇബ്രാഹിം, ഇപ്പം യാക്കൂബ്, യൂസുഫ്, മൂസ, ഈ പ്രവാചകന്മാരെ അള്ളാഹു തെരഞ്ഞെടുത്തു അല്ലെ? എല്ലാ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയെ തെരഞ്ഞെടുത്തു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തു. അപ്പോൾ അള്ളാഹുവാണ് പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തത്. അവനാണ് ഈ മെസ്സേജ്, ഈ ഖുർആനിന്റെ ഭാഷയായിട്ട് അറബിയെയും തെരഞ്ഞെടുത്തത്. എന്തിനാണ്? ലഅല്ലക്കും തഅഖിലൂൻ. പക്ഷേ അറബികളെക്കാളും നന്നായിട്ട് ഈ അറബി ഭാഷയിലുള്ള ഖുർആനിനെ വ്യാഖ്യാനിച്ച ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇമാം ഫഖ്റുദ്ദീൻ റാസി, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉദ്ധരിക്കുന്ന ഒരു തഫ്സീറാണ്. ഫഖ്റുദ്ദീൻ റാസി ആരല്ല? അറബിയല്ല. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം ഈ സൂറത്ത് യൂസുഫിന്റെ തഫ്സീർ എഴുതിയപ്പോ അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടു എന്ന് പറയുന്നത്. ഇമാം ഫഖ്റുദ്ദീൻ റാസി ഈ സൂറത്തിന്റെ തഫ്സീർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹുസ്നിനെ കുറിച്ച്, ദുഃഖത്തെക്കുറിച്ച്, അത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അനുഭവിച്ച ദുഃഖത്തെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകമായി 4 പേജിൽ വിശദീകരിച്ചു എന്ന് പറയുന്നത്. കാരണം ആ ദുഃഖം അദ്ദേഹം ശരിക്കും അനുഭവിച്ചു എന്നാണ് പറയുന്നത്. ഒരു നോൺ അറബായിട്ടുള്ള ഒരാൾക്ക് പിന്നെ ഇത്ര മനോഹരമായിട്ട് ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് ഈ ഖുർആന്റെ ഭാഷയുടെ പ്രത്യേകതയാണ്. ഞാനൊരു ഇന്ത്യൻ പണ്ഡിതനെ കുറിച്ച് പറയാം. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹമീദുദ്ദീൻ ഫറാഹി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഹമീദുദ്ദീൻ ഫറാഹി ഒരു 120 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട് അറബിയിൽ, നുളുമുൽ ഖുർആൻ, ഖുർആനിന്റെ സ്ട്രക്ചറിനെ കുറിച്ച്. അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള ചില പ്രത്യേകിച്ച് നുമാൻ അലി ഖാനെ പോലുള്ള ആളുകൾ ഖുത്തുബയില് പിന്നെ നമ്മൾ ഈ ഹംദ് പറയുമല്ലോ, ആ ഹംദില് ഉദ്ധരിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു വാചകമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് എടുത്താണത്. ഇപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. കാരണം എങ്ങനെയാണ് അറബികളല്ലാത്ത ആളുകൾ, അവർ പോലും ഈ ഖുർആനിനെ മനസ്സിലാക്കാൻ അറബി ഭാഷ പഠിക്കുകയും ആ ഭാഷയുടെ സൗന്ദര്യത്തെ അവർ പ്രതിഫലിപ്പിക്കുകയും ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഈ നുളുമുൽ ഖുർആനെ കുറിച്ച് അറബികൾ പോലും അത്ഭുതത്തോടെ വായിക്കുന്ന ഒരു ഗ്രന്ഥമാണത്, നുളുമുൽ ഖുർആൻ. മനസ്സിലായോ? ഇപ്പം അദ്ദേഹം ഈ പറയുന്നത്, അൽഹംദുലില്ലാ അല്ലദി ഖാലിഖുൽ വുജൂദി ബിനൽ അദം, അള്ളാഹുവിനാണ് സ്തുതി, അവൻ ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. വജാഇലുൻ നൂരി മിനൽ ളുലം, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തെ സൃഷ്ടിച്ചു. വമുഖ്രിജി സ്വബ്രി മിനൽ അലം,
വേദനയിൽ നിന്ന് ക്ഷമയെ അവൻ പുറത്തു കൊണ്ടുവന്നു. വമുൽഖി തൗബത്തി അലന്നദം, ഖേദത്തിനുമേൽ ദുഃഖത്തെ, തൗബയെ, അതായത് ഒരു നമുക്ക് തെറ്റുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഖേദത്തിൽ നിന്ന് തൗബയെ, പശ്ചാത്താപത്തെ അവൻ ഇട്ടു തന്നു. ഫനഷ്കുറുഹു അലൽ മസാഇബി കമാ നഷ്കുറുഹു അലൻ നിഅം, നമ്മൾ ഏതെങ്കിലും നമുക്ക് സംഭവിക്കുന്ന എല്ലാ വിപത്തുകളുടെ പേരിലും നാം അവന് നന്ദി ചെയ്യുന്നു, നമുക്ക് സംഭവിക്കുന്ന നന്മകളുടെ പേരിൽ അവന് നന്ദി ചെയ്യുന്നത് പോലെ. വനുസല്ലി അല റസൂലിഹിൽ അക്രം, അവന്റെ ഏറ്റവും അത്യുദാരനായ റസൂലിന്റെ പേരിൽ നമ്മൾ സലാത്ത് ചൊല്ലുന്നു. ദിസ് ഷറഫിൽ അശം, വളരെ സുഗന്ധപൂരിതമായ മനോഹാരിതയുള്ള മഹത്വമുള്ള ആ പ്രവാചകൻ. സയ്യിദി വലദി ആദം, ആദം സന്തതികളുടെ നേതാവായിട്ടുള്ള. വ കമാലിൻ നബിയ്യീന വൽ ഖാത്തം, എല്ലാ പ്രവാചകന്മാരുടെയും സമ്പൂർണനായ ഒരു പ്രവാചകൻ. അൽ വൽ ഖാത്തം, അവരുടെയൊക്കെ മുദ്രയായിട്ടുള്ള. അല്ലദി ബശ്ശറ ബിഹി ഈസബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ സന്തോഷ വാർത്ത നൽകിയ പ്രവാചകൻ. വദആലി ബിഅസതിഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഹീന കാന യർഫഉ ബൈത്തില്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ ബൈത്തിന്റെ അടിസ്ഥാനമിടുമ്പോൾ, അസ്ഥിവാരമിടുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു. ഫസല്ലല്ലാഹു അലൈഹി വസല്ലം വ അലാ അത്ബാഇഹി ഖൈറുൽ ഉമം, എല്ലാ അദ്ദേഹത്തിന്റെ പേരിൽ സലാത്ത്, അദ്ദേഹത്തിന്റെ അനുയായികൾ എല്ലാ സമുദായങ്ങളെക്കാളും ഉത്തമരായിട്ടുള്ള. അല്ലദീന ബാറക്കല്ലാഹു ബിഹിം കാഫത്തൻ നാസി അൽ അറബ മിൻഹും വൽ അജം, അറബികളും അനറബികളും ഉൾപ്പെടെ എല്ലാവരും പിന്നെ അവർക്ക് വേണ്ടി അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ, അതായത് എത്ര മനോഹരമായിട്ട് ആ സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കൂ. അപ്പൊ ഇത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. ഇതുപോലെ മനോഹരമായ ഭാഷയിൽ അറബി എഴുതാനും, ഇപ്പൊ ഇമാം നമ്മുടെ കൂട്ടത്തില് ഇപ്പൊ ഈ ആധുനിക പണ്ഡിതന്മാരെടുക്കണ മൗലാന മൗദൂദിയെ കുറിച്ച്, അത്രയ്ക്ക് സുന്ദരമായ അറബി മനസ്സിലാക്കിയ ആളെ കുറിച്ച്, അതുപോലെ അബുൽ ഹസൻ അലി നദ്വിയെ കുറിച്ച്, അറബി ഭാഷ, അതായത് അറബികൾ പോലും അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന അത്തരം തഫ്സീറുകളും പിന്നെ അറബി പുസ്തകങ്ങളും. അബുൽ ഹസൻ അലി നദ്വിയുടെ ഒരു പുസ്തകമുണ്ട്, മാദാ ഫഖദൽ ആലം ബിൻഹിതാത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾ അധപ്പതിച്ചപ്പോൾ, മുസ്ലിങ്ങളുടെ അധോഗതി കൊണ്ട് അറബികൾക്ക്, ലോകത്തിന് എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകമുണ്ട് അറബിയിലെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, അള്ളാഹു ഈ ഖുർആൻ അറബിയിൽ അവതരിപ്പിച്ചത് നമ്മൾ അറബി ഭാഷയെ മനസ്സിലാക്കി, ഇതിനെ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും മനോഹാരിത നമുക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് ഒരു പ്രയാസമായിട്ടല്ലാതെ ഒരു മിഷനായിട്ട് അറബി ഭാഷ പഠിക്കാനും നമ്മൾ മെനക്കെടണം എന്നുള്ളതാണ്. മെനക്കെട്ടാൽ അത് സാധിക്കും എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയും ഇതിന്റെ ഗ്രാമർ, ഇതിന്റെ അതിന്റെ സ്ട്രക്ചർ ഒക്കെ ഭയങ്കര പാടാണ്. ഒരു കാര്യം നമ്മൾക്ക് പാടാണെന്ന് വിചാരിച്ചാൽ നമുക്ക് പാടാവും. പക്ഷേ നമ്മൾ അതിന് സമയം ചെലവഴിക്കാൻ മെനക്കെട്ടാൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ഉൾക്കാഴ്ച ലഭിക്കും. നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു ഘട്ടത്തിൽ അറബി ഭാഷ, ഖുർആന്റെ അറബി ഭാഷ പഠിക്കുന്ന ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ആലോചിക്കും. ഈ ക്ലാസ് ഞാൻ തുടങ്ങുമ്പോൾ, ഇതിന്റെ ഒരു 4-5 വർഷം മുമ്പ് ഈ ക്ലാസ് തുടങ്ങുമ്പോൾ എൻ്റെ ഒരു ലക്ഷ്യത്തിൽ അത് ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് എവിടെയോ വെച്ച് അത് നമുക്ക്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കൊറോണയുടെ സമയത്താണ് തോന്നുന്നു, അതിന് തൊട്ട് മുമ്പ് നമ്മൾ ഖുർആന്റെ അറബി ഭാഷ, ഒരു ഭാഷയുടെ കുറെ സ്ട്രക്ചറും ഗ്രാമറും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ ക്ലാസ് തുടങ്ങിയിരുന്നത്. പക്ഷെ ഇടയ്ക്ക് എവിടെ വെച്ച് അതിൻ്റെ ഒരു ഫ്ലോ പോയിട്ടുണ്ട്. പക്ഷെ ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമുക്കത് ചെയ്യാൻ വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഈ ഖുർആൻ അറബി ഭാഷയിൽ അവതരിപ്പിച്ചത് ലഅല്ലക്കും തഅഖിലൂൻ, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലക്കും തഅഖിലൂൻ എന്ന് അല്ലാഹു പറഞ്ഞത് എന്തുകൊണ്ട് അറബി ഭാഷ തിരഞ്ഞെടുത്തു? ആ അറബി ഭാഷ ഒരു പ്രയാസമായിട്ട് ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അറബിയാണ് ഈ ഖുർആൻ ഏറ്റവും നന്നായിട്ട് നമ്മുടെ ബുദ്ധിയോട് സംവദിക്കാൻ നല്ലത് എന്നതുകൊണ്ട് കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ഇതിന്റെ അവസാനത്തിലേക്ക് എത്തുന്നത്. അപ്പോ അൽബാബ്, ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള, ചിന്തിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഇതിൽ പാഠമുണ്ട് എന്ന് ഈ ഖുർആൻ ഈ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞു. അപ്പൊ ആദ്യത്തിൽ തഅഖിലൂൻ പറഞ്ഞു, ഇതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞു. പിന്നെ തുടക്കത്തിൽ പറഞ്ഞു ഇന്നാ അൻസൽനാ നഹ്നു നഖുസ്സു അലൈക ബിമാ ഉഹൈന ഇലൈക ഹാദൽ ഖുർആൻ വ ഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. താങ്കൾക്ക് ഈ ഖുർആൻ നാം ഈ കഥകൾ പറഞ്ഞു തരുന്നതിലൂടെ, ഈ ഖുർആൻ അവതരിപ്പിക്കുന്നതിലൂടെ ധാരാളം കഥകൾ ഞാൻ പറഞ്ഞു തരുന്നു, നല്ല നല്ല കഥകൾ പറഞ്ഞു തരുന്നു, താങ്കൾ അന്ന് അശ്രദ്ധയിലായിരുന്നു പറഞ്ഞു. ഇപ്പൊ ഇവിടെ നമ്മൾ ഇന്നത്തെ ആയത്തിൽ നോക്കൂ, ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹിഹി ഇലൈക വമാ കുൻത ലദൈഹിം
ഇത് അജ്മഉ അംറഹും വഹും യംകുറൂൻ. അവിടെ താങ്കൾ അശ്രദ്ധനായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ താങ്കൾ ഹാജരുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ആ അശ്രദ്ധൻ എന്ന് ഉദ്ദേശിച്ചത് ഏതെങ്കിലും ശ്രദ്ധയില്ലാതെ ഒരു അലസനായി നടക്കുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഈ കഥകളൊന്നും ഗ്രഹിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു താങ്കൾ എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ പറയുന്നത് എന്താ? ഇവിടെ പറയുന്നത് ഈ ഇവർ ഈ ഗൂഢാലോചന നടത്തുന്ന സമയത്ത്, അതായത് ഈ കഥ നടക്കുന്ന സമയത്ത് താങ്കൾ അവിടെ ഹാജരുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, നമുക്ക് അറിവില്ലെങ്കിലും നമ്മൾ ഹാജരില്ലെങ്കിലും ഇത്തരം സംഗതികൾ ഒരു ഒരു അദൃശ്യ ലോകത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്നൊരു സംവിധാനം ചെയ്തു തന്നിരിക്കുന്നു. അതെന്താണ്? ഈ വിശുദ്ധ ഖുർആനാണ്. ലോക ചരിത്രത്തെ, ഹിസ്റ്ററിയെ, വേൾഡ് ഹിസ്റ്ററിയെ ഖുർആന്റെ കണ്ണിലൂടെ നമ്മൾ നോക്കിക്കണ്ടാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അൽബാബ്, ഈ സംഭവങ്ങളിലൊക്കെ അതിമഹത്തായ പാഠമുണ്ട്. ഈ ഇബ്റത്ത് എന്ന് പറയുന്നത് തന്നെ വലിയൊരു വാക്കാണ്. കാരണം അബ്ര എന്ന് കേട്ടിട്ടുണ്ടോ? അബ്ര എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു നദി മുറിച്ച് കിടക്കുന്ന പറയും. ഇപ്പൊ ദുബായില് ഈ പിന്നെ കോറിന് നേരെ ക്രീക്കിനെ ക്രോസ് ചെയ്യുന്ന ഇതിന് പറയാം അബ്ര എന്നാ പറയാ. അപ്പൊ ഇവിടെ ഈ ഇബ്റത്ത് എന്ന് പറയുന്നത് ഇപ്പൊ പല സ്ഥലത്തും അള്ളാഹു ഇബ്റത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ഒരു 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 ലെസൺ കിട്ടുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ഒലിക്കുന്നതിനാണ് ഇബ്ര എന്ന് ശരിക്കും പറയാം. ടിയർ. അതായത് ആ കഥയുടെ, ആ പാഠത്തിന്റെ മനോഹാരിത കണ്ടിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റിട്ട് വീഴുന്ന ഒരവസ്ഥയ്ക്ക്, അതാണ് ഇബ്റത്ത്. അതാണ് ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ. ഈ ഖുർആനിനെ താങ്കൾക്ക് ഇൻസ്പയർ ചെയ്യുന്നതിലൂടെ, താങ്കൾക്ക് ഒരു ദിവ്യബോധനമായിട്ട് നൽകുന്നതിലൂടെ താങ്കൾക്ക് ഇതിൽ നിന്ന് പാഠങ്ങൾ ലഭിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ ഈ പിന്നെ ഒരു ഇതിന്റെ ഒരു കോറിലേഷനായിട്ട് ബന്ധപ്പെട്ടത്. അത് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഇനിയും പറയാനുണ്ട്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ആയത്തുകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമ്മഅനാ ഹാദാ ജമഅൻ മർഹൂമ വജ്അൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم إنا نسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرته في علم الغيب عندك أن تجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم علمنا منه ما جهلنا، اللهم ذكرنا منه ما نسينا، اللهم ارزقنا تلاوته آناء الليل وأطراف النهار على الوجه الذي يرضيك عنا. اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعل القرآن شفيعا لنا يوم القيامة. اللهم اجعله لنا دليلنا إلى جناتك جنات النعيم برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.